നാടൻ പലഹാരമായ എള്ളുണ്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എള്ള് ഞാൻ ഈ പ്രോ നേച്ചർ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തതാണ്. പാൻ ചൂടായോ നോക്കിയിട്ട് നമുക്ക് എള്ള് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കണ്ട, എള്ള് കരിഞ്ഞു പോകും. ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് എള്ളാണ് ഇവിടെ എള്ളുണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിൽ 250 ml സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പിലാണ് ഇത് മെഷർ ചെയ്തത്. ഇപ്പോൾ 1.5 കപ്പ് എള്ള് നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. റോസ്റ്റ് ആവുന്ന ഒരു പരുവെന്ന് വെച്ചാൽ കളറ് ലൈറ്റായിട്ട് ചേഞ്ച് ചെയ്യും. അതുകൂടാതെ ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ടും കൂടെ നമുക്ക് കേൾക്കാം. അപ്പോൾ അത് രണ്ടും ശരിയാവുന്നിടം വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരിക്കലും ഇളക്കാതെ ഇരുന്നാൽ അത് അടിയിൽ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കളർ ചേഞ്ച് ആവുന്നത് നോക്കുക. എള്ള് 2 ടൈപ്പ് ഉണ്ട്, വെളുത്ത എള്ളുമുണ്ട്, കറുത്ത എള്ളുമുണ്ട്. ഞാനിവിടെ വെളുത്ത എള്ളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കൂടുതലും വെളുത്ത എള്ളാണ് ഇഷ്ടം. പക്ഷേ കറുത്ത എള്ള് കയ്യിലുള്ളവർക്ക് കറുത്ത എള്ള് വെച്ചും എള്ളുണ്ട ഉണ്ടാക്കാവുന്നതാണ്. ഏത് എള്ളായാലും അതിൽ പ്രശ്നമില്ല. അപ്പം ഇവിടെ എൻ്റെ എള്ള് ലൈറ്റായിട്ട് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എനിക്ക് ഏകദേശം 10 മിനിറ്റിന് താഴെ സമയമെടുത്തു. അപ്പം അത്രയും നേരം എടുത്ത് നമ്മൾ ക്ഷമയോടെ ഇത് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ആയതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഓക്കെ, ഞാനിപ്പം എൻ്റെ എള്ള് റോസ്റ്റായത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ ശർക്കര ചേർത്തിരിക്കുകയാണ്. ശർക്കരയ്ക്ക് ഒരു കറക്റ്റ് അളവില്ല. നമ്മളൊരു ചെറിയ 2 പീസ് ശർക്കര പാനിലേക്ക് ഇടാം. ഈ ശർക്കരയ്ക്ക് അങ്ങനെ അഴുക്കുള്ള ശർക്കരയല്ല, അതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ടേക്കുക. അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ അത് പാനിയാക്കുമ്പോൾ അതിൻ്റെ അഴുക്ക് മാറ്റണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ശർക്കര ഇത് അലിയിക്കുകയാണ്. അത് അലിയാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു 2-3 സ്പൂൺ വെള്ളം നമുക്ക് പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഒരുപാട് വെള്ളം ചേർത്ത് ആ വെള്ളം പിന്നെ വറ്റുന്നിടം വരെ നമ്മൾ വീണ്ടും ഒരുപാട് നേരം ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു 3-4 സ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പിന് താഴെ വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ചേർത്തിട്ട് അത് ഇളക്കുക, അത് മിക്സ് ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശർക്കര അലിയുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ ശർക്കരയൊക്കെ ഏകദേശം അലിഞ്ഞ് അത് പാനിയായിരിക്കുകയാണ്. എനിക്ക് എള്ളുണ്ടയ്ക്ക് ഒരു ചുക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുക്കുപൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഏലക്കയുടെ ഫ്ലേവറാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ ചുക്കുപൊടിക്ക് പകരം ഏലക്കപ്പൊടി ഇടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ചേർത്ത് കൊടുക്കാം, അതിനും പ്രശ്നമില്ല. ഏത് മധുരത്തിൻ്റെ കൂടെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ അതിന് ഒരു സ്ട്രിങ് കൺസിസ്റ്റൻസി ആണ് നല്ലത്. നമ്മൾ ഈ പാനി ഒരുപാട് നേരം ഇട്ട് മൂപ്പിച്ചാൽ നമ്മുടെ ശർക്കര ഉണ്ടാക്കുമ്പം അത് ഹാർഡായി പോകും. അതുകൊണ്ട് ഒരുപാട് നേരം പാനി മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു നൂൽ പരുവം ആകുമ്പോൾ തന്നെ നമുക്ക് എള്ളിട്ട് അത് മിക്സ് ചെയ്യാവുന്നതാണ്. പല രീതികളിൽ നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കാം. ഞാൻ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ പല രീതിയിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ യൂഷ്വലി ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എനിക്കത് എള്ള് സോഫ്റ്റായിട്ട് തന്നെ വരാറുണ്ട്. ഒരുപാട് കട്ടിയായിട്ടൊന്നും ഇല്ലാതെ കറക്റ്റ്, വളരെ വേഗം പൊടിഞ്ഞു പോകുന്ന വളരെ സോഫ്റ്റായിട്ടുള്ളൊരു എള്ളുണ്ടയാണ്. എന്നാൽ കറക്റ്റായിട്ട് നമുക്കത് ബോളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. അപ്പോൾ ഞാനിപ്പം ഇതിനകത്ത് കാണിക്കുന്ന ആ ഒരു നൂൽ പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം ആകുമ്പോൾ തന്നെ നമുക്ക് കണ്ടില്ലേ, ഒരു നൂൽ ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു പരുവം ആകുമ്പോൾ തന്നെ നമുക്ക് എള്ള് ഇതിലേക്ക് ആഡ് ചെയ്യാം. വീണ്ടും ഇത് മൂപ്പിച്ചാൽ പാനി വീണ്ടും മുറുകും. പിന്നെ നമ്മൾ എള്ളിടുമ്പോൾ അത് ഉണ്ടയാക്കി വരുമ്പോൾ അത് വളരെ ഹാർഡാകും എള്ളുണ്ട. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എള്ള് ഈ പാനിയിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോഴും എൻ്റെ ഫ്ലെയിം ഓൺ തന്നെയാണ്. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ എള്ള് ഈ പാനിയുമായിട്ട്
കംപ്ലീറ്റ്ലി മിക്സ് ആവണം. ശർക്കര എല്ലായിടത്തും ഒരുപോലെ എത്തണം. അതിനുവേണ്ടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകും അത് അതിൻ്റെ ഒരു പരുവം, അത് ഒട്ടാതെ ഇങ്ങനെ അത് ഇളകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ബോളാക്കാനുള്ള ഒരു പരുവമായോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ തവിയിൽ തന്നെ ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന എള്ള് നമ്മൾ ഇളക്കി ആ പാത്രത്തിലോട്ട് ഇടുമ്പം തന്നെ ഒരു സ്റ്റിക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും. സോ അതാണ് നമ്മുടെ ബോളായി വരും എന്നുള്ളതിൻ്റെ ഒരു പരുവം. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ തവിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് ബോളാക്കാൻ പറ്റുവാണെങ്കിൽ അത് കറക്റ്റായിട്ടത് ചെറിയ ബോളുകളായിട്ട് തന്നെ വരും. നമ്മൾ ഒന്നുകൂടെ നല്ലപോലെ എല്ലായിടത്തും ശർക്കരപ്പാനി എത്തിയോ എന്ന് ഉറപ്പ് വരുത്തുക. നല്ലപോലെ ഇളക്കുക. നമ്മൾ ചെറിയ ബോളുകളാക്കുമ്പോൾ അത് ഈ ഒരു ചെറിയ ചൂടിൽ തന്നെ ആക്കാൻ ശ്രമിക്കുക. ചൂട് മൊത്തത്തിൽ ആറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ബോൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ ചൂടിൽ തന്നെ നമ്മൾ ഈ ബോൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം നമ്മുടെ തവിയിൽ അത് കുറച്ചിങ്ങനെ ഒട്ടി ഇരിപ്പുണ്ട്. ഒരു സ്റ്റിക്കി ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട്, കാരണം നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലോട്ട് കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ചെറിയ ഉണ്ടകളാക്കി എടുക്കാം. അങ്ങനെ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നെയ്യ് തടവി കഴിഞ്ഞാൽ നമ്മുടെ ഈ എള്ളൊന്നും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കില്ല. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ബ്രിട്ടാനിയയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. ഇനിയും നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി, ഒരുപാട് വലുത് വേണ്ട. ഇപ്പോൾ അത് എടുക്കുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റായിട്ടാണ് അതിരിക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ചെറിയ ബോൾസായിട്ട് കറക്റ്റ് എള്ളുണ്ടയായിട്ട് എടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ബാക്കിയിരിക്കുന്ന ഈ മുഴുവൻ എള്ളും ഇതുപോലെ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടൊരു സ്നാക്കായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഉരുട്ടി എടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ചൂട് പോയി ഇത് കട്ടിയായി. ഇപ്പോൾ എനിക്കതുപോലെ ആയിട്ടുണ്ട്. കട്ടിയായിട്ട് ഇത് വീണ്ടും അത് അങ്ങനെ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ വീണ്ടും ഈ പാൻ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ചൂടായിട്ട് ഇരിക്കുകയാണ്, വീണ്ടും ചൂടാക്കിയേക്കുവാണ്. അങ്ങനെ ചെറുതായിട്ട് ചൂടായി വരുമ്പം തന്നെ ആ കട്ടിയായിട്ടിരിക്കുന്ന എള്ളൊക്കെ വീണ്ടും ഇളകി വരും. അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വീണ്ടും തീ ഓഫ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് എള്ള് ബോൾസായിട്ട് ഉണ്ടാക്കി വീണ്ടും എടുക്കാവുന്നതാണ്. കണ്ടില്ലേ, വീണ്ടും ചൂടാക്കിയ എള്ളിൽ നിന്ന് ഞാൻ വീണ്ടും എള്ളുണ്ട ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്കിവിടെ ഏകദേശം 23-24 എള്ളുണ്ട ഈ ഒരു 1.5 കപ്പ് എള്ളിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് ഈ എള്ളുണ്ട നിങ്ങൾക്ക് 4 മണിക്കും ഒക്കെ കഴിക്കാം.